പലയിടത്തും കാട്ടുതീ വലിയ പ്രശ്നങ്ങളാകുന്നുണ്ട്, മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീ പിടിക്കുന്നുണ്ട്. അതിനിടയിൽ മനുഷ്യനല്ലാത്ത മറ്റ് ജീവജാലങ്ങളെ കൂടി നമ്മൾ കരുതണം എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ മനോഹരമായ ദൃശ്യം. കാണാം. നമ്മൾ ഈ ഭാഗത്തെ മാക്സിമം കത്താൻ നോക്കണം കേട്ടോ. ഈ വിറക് കത്താണ്ടിരിക്കാൻ നോക്കണം. എന്നാലേ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കിയാൽ മതി. യെസ്, ഇത് രക്ഷപ്പെട്ടു കേട്ടോ. ഇനി കുഴപ്പമില്ല, ഈ ഭാഗത്തേക്ക് ഇനി വരത്തില്ല. വെള്ളം കൊടുത്തേക്ക്. വെള്ളം കുടിക്കുന്നുണ്ട് സാറേ. കുടിക്കുന്ന അതിന് ഇത്രയും ചൂടത്തെ വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ മഴ പെയ്താലും അത് കുടിക്കത്തില്ല. ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണ് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോ. ഇത് മനുഷ്യരിയിലുണ്ടായൊരു സംഭവമാണ്. ഒരു അഗ്നിബാധയ്ക്കിടെ കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങൾ അത് അപകടത്തിൽപ്പെടുന്ന രീതിയിൽ കാണുന്നു. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർക്ക് വെള്ളം കൊടുക്കുന്നു, അതിനെ രക്ഷിക്കുന്നു. ആ രണ്ട് കിളികൾ ഇങ്ങനെ ആ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ തള്ളക്കിളികൾ ഇങ്ങനെ അന്വേഷിക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചൂട് പുകയൊക്കെ ഉണ്ട്, പുകയൊക്കെ ആയിട്ട് അതിനൊരു അസ്വസ്ഥതയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന വെള്ളമാണോ? ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ അണയ്ക്കാറുണ്ട്. അപ്പോൾ അതിനെ കരുതി വെച്ച വെള്ളം ഉണ്ടായിരുന്നു കയ്യിൽ. പിന്നെ അത് കണ്ടപ്പോൾ കുറച്ചൊന്ന് അതിനെ ഡ്രൈ ആയി കിടക്കുമായിരുന്നു കുഞ്ഞുങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് നനയ്ക്കണമെന്ന് തോന്നി. പിന്നെ കുറച്ചിങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അതിങ്ങനെ എടുത്ത് മറ്റേ കുടിക്കുന്നുണ്ടായിരുന്നു. തീയണക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ നടത്താറുണ്ടോ? ഇങ്ങനെയുള്ള സമയത്ത് സാധാരണഗതിയിൽ കിളികളും ജീവജാലങ്ങളും ഒക്കെ ഓടിപ്പോകാറാണ് പതിവ്. പക്ഷേ ഈ ആമ അല്ലെങ്കിൽ ഇതേപോലുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ ഇവർക്കൊന്നും ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഞങ്ങൾ പലപ്പോഴും ആമയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ അതേപോലെ പാമ്പിനെ പോലുള്ള ജീവികൾ. അപ്പം യാദൃശ്യമായിട്ട് ഇന്നലെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞങ്ങൾ വീഡിയോ എടുക്കുന്നു, കാണുന്നു. ഇതിനപ്പുറം ഒരുപാട് കാണാത്ത കുറേ വീഡിയോകൾ ഉണ്ടാകും. ഇവർ ഇങ്ങനെ ഓരോ സ്ഥലത്തും രക്ഷിക്കുമ്പോഴൊക്കെ ഇതുപോലെ ആയിരക്കണക്കിന് ജീവനുകളുണ്ടാവും, മനുഷ്യനപ്പുറമുള്ള ജീവനുകളുണ്ടാവും. അതിനെയൊക്കെ ഇവർ സംരക്ഷിച്ചാണ് ഇവരുടെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കുന്നത്. ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിളുണ്ട്, പാലക്കാട് നിന്ന് ഗൂഗിൾ. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ നേരത്തെയും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ എടുത്തു എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുത്തത് നന്നായി. ഒരു പക്ഷേ ആ ഒരു സന്ദേശം അല്ലേ, നമ്മൾ ഈ ചൂടത്തൊക്കെ മനുഷ്യനെ മാത്രം കെയർ ചെയ്താൽ മതി എന്നുള്ള ചിന്ത ചിലർക്കുണ്ടെങ്കിൽ അത് മാറാൻ മറ്റ് ജീവജാലങ്ങളെ കൂടി കരുതണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആ മിടുക്കരായ ഉദ്യോഗസ്ഥർ. പറയൂ അവരുടെ അനുഭവം, ഈ നല്ല കാഴ്ചയുടെ അനുഭവം. ഇന്നലെയാണ് മനുഷ്യരിയിലൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എത്രയോ മനോഹരമായൊരു കാഴ്ച. അതായത് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന സന്ദേശം വീണ്ടും വീണ്ടും പകരുന്ന ഒരു കാഴ്ച. മനുഷ്യരിൽ ഇങ്ങനെ ഒരു പറമ്പിൽ തീപിടുത്തം ഉണ്ടായി, വലിയ രീതിയിൽ തീപിടിച്ചു. അപ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി തീ അണച്ചു. പക്ഷേ അതിനിടയിലാണ് കുറച്ച് കിളിക്കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, എങ്ങോട്ടും പറന്നു പോകാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ കണ്ടത്. സാധാരണ മറ്റു പക്ഷികളൊക്കെ ഇങ്ങനെ തീ വരുമ്പോൾ അപ്പോഴേക്കും അവിടെ നിന്ന് പറന്നു പോകും, അങ്ങനെ രക്ഷപ്പെടും. പക്ഷേ ഈ പാവം കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വെള്ളം നൽകി അവരെ പരിചരിച്ചത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ്. അത് പ്രധാനമായും ആ വെള്ളം നൽകുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന അജിത്, പിന്നീട് ആ ഫയർ സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അബ്ദുൾ സമദ്, പിന്നീട് മറ്റൊരു ഉദ്യോഗസ്ഥൻ നിസാം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് മൊബൈൽ പറത്തുന്നത്. അങ്ങനെ ഇവരുടെ ഒരു വലിയൊരു കരുണ, അല്ലെങ്കിൽ ഒരു മാനുഷികമായിട്ടുള്ളൊരു കരുണ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. 6 ഉദ്യോഗസ്ഥർ ചേർന്നാണ് അവിടുത്തെ തീ അണയ്ക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ആ ഒരു പരിശ്രമമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ അവർ തീ അണച്ച് മടങ്ങി. അവർ പറയുന്നത് ഇങ്ങനെ പലപ്പോഴും അവർ ചെയ്യാറുണ്ട്. കാരണം ഈ പലപ്പോഴും റെസ്ക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ജീവികൾക്ക് ഭക്ഷണവും നൽകേണ്ടി വരും. അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്തിനെയാണ് അവർ റെസ്ക്യൂ ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ സംരക്ഷിക്കും. മനുഷ്യനെ മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കും. ഇത് ഇങ്ങനെ ഒരു ദൃശ്യം പകർത്തി. പക്ഷേ ആ ദൃശ്യങ്ങൾ വളരെയധികം ആളുകളിലേക്ക് എത്തി. ഏതായാലും മനുഷ്യനെ തൊടുന്ന ഒരു ദൃശ്യം, എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവികളുടെയും പക്ഷികളുടെയൊക്കെ ജീവൻ്റെ വില തുല്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ആ ഒരു വെള്ളം വായിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക്
കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോടൊക്കെ നമുക്ക് വളരെ സ്നേഹം തോന്നും. നമ്മൾ പലപ്പോഴും ഈ ഒരു സമയത്ത്, ഈ വേനൽക്കാലത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അത്രയധികം കഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ. കാരണം ഒരു ദിവസം തന്നെ നിരവധി സ്ഥലങ്ങളിൽ തീപിടിക്കും. അവിടെ